ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. ഇതു പ്രിയങ്ക. ഇവൾക്ക് വലിയ ചീത്തപ്പേരാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞായിരുന്നു, രണ്ടുപേരുടെയും വാദം കേട്ടു. ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് വ്യക്തതയില്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനില്ലായിരുന്നു. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് അതിനകത്ത് പ്രതികരിക്കാനായിട്ട് തോന്നുന്ന അതിന്റെ ഒരു ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്നത് CPM ഈ വിഷയത്തിനകത്ത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പിന്നെന്താ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണായി പോയി. അടിയാളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? മെമ്മറി കാർഡ് കാണാതാകുക, CCTV ഫുട്ടേജുകൾ മിന്നലേറ്റ് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ പുതിയ കാര്യമായതുകൊണ്ട് നമ്മൾ എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അപ്പം ഇതിനകത്ത് CPM പ്രതിരോധിച്ച് കുളവാക്കിക്കൊണ്ടിരിക്കുക. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. ഇന്നിപ്പം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ മെമ്പറുമായ നമ്മുടെ റഹീമിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു, മാധ്യമ സമ്മേളനം കണ്ടു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ആ മാധ്യമ സമ്മേളനത്തിനകത്ത് അദ്ദേഹം പറയുന്നത് സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുത്ത് ഡിപ്പോയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നാണ്. എന്തൊക്കെ വിഡിത്തങ്ങളാ പറയുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്, ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ശ്രീമതി ആര്യ പറഞ്ഞത് സച്ചിൻ ദേവ് ബസ്സിനകത്തേക്ക് കയറിയിട്ടേ ഇല്ല എന്നാണ്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ആദ്യം ഇവര് തമ്മിൽ സംസാരിച്ച ഒരു ധാരണയിലെത്തണം. സച്ചിൻ ബസ്സിനകത്ത് കയറിയില്ലയോ? ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? ഈ റഹീം പറയുന്നതിനകത്തേക്ക് പൊരുത്തക്കേടെന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ബസ്സിനകത്ത് ടിക്കറ്റ് എടുത്തു. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? MLA മാർക്ക് KSRTC ബസ്സിനകത്ത് പാസ് ഉള്ള കാര്യം അറിയാത്ത ആളാണോ ശ്രീ A റഹീം? അപ്പൊ ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നമ്മളിങ്ങനെ കള്ളം പറയാൻ ശ്രമിക്കുക, കയ്യിൽ നിന്ന് പോകുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. പിന്നെ വിവരദോഷികളും വകതിരിവില്ലാത്തവരും ഒക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ ഇങ്ങനെ പല വിഡിത്തങ്ങളും ചെയ്യും. KSRTC ബസ്സിന് കുറുകെ MLAയും മേയറും സഞ്ചരിച്ച കാറ് പാർക്ക് ചെയ്തു എന്നുള്ള ഒരു വിഷയം വന്നിട്ടുണ്ടല്ലോ. ആ വിഷയത്തിനകത്ത് നിങ്ങൾ കേസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. കേസ് ഏകപക്ഷീയമാണ്. അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായി കേസ് എടുക്കുമ്പോൾ കേരളീയ പൊതുസമൂഹം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചൊറിഞ്ഞു പുണ്ണാക്കിയെന്ന്. CPM ഈ വിഷയത്തിനകത്ത് സത്യത്തിൽ ചെയ്തത് ചൊറിഞ്ഞു പുണ്ണാക്കുന്ന സമീപനമാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞൊരു കാര്യങ്ങളും വേണ്ടേ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. അല്ലോടാ പോടാ.